ട്രംപും മസ്കുമാണ് ഇപ്പോൾ ലോകത്തിലെ താരങ്ങൾ. അത്രയ്ക്കുണ്ട് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം. യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് 77കാരനായ ട്രംപിന്റെ മിടുക്കുകൊണ്ടല്ല. അതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം മസ്കിൻ്റെതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഭരണചക്രം തിരിക്കുന്നതും മസ്കാണ്. മസ്കിന്റെ തീരുമാനങ്ങളാണ് ട്രംപിലൂടെ ലോകത്തിന് മുന്നിലെത്തുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കും കാനഡയിലേക്കുമൊക്കെ കണ്ണുവെച്ച മസ്കിന്റെ അടുത്ത ലക്ഷ്യം മിക്കവാറും ഇന്ത്യയായിരിക്കും. അതിന് കാരണമുണ്ട്. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല കാറുകളും സ്റ്റാർലിങ്കുമെല്ലാം ഇന്ത്യയിലേക്ക് നികുതിയില്ലാതെ കൊണ്ടുവരാനാണ് ടെക് ഭീമന്റെ ലക്ഷ്യം. തന്റെ ബിസിനസ്സിന് പറ്റിയ വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യയിലേതെന്ന് മസ്കിനറിയാം. പക്ഷേ ഇന്ത്യയിലെ നയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനങ്ങളുമെല്ലാം മസ്കിന് വലിയ വിലങ്ങുതടിയാണ്. അത് മാറ്റാനാണ് മസ്ക് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനായി മോദിയുടെ അടുത്ത സുഹൃത്തായ ട്രംപിനെ വെച്ച് മസ്ക് വിലപേശൽ നടത്തും എന്നുറപ്പാണ്. പക്ഷേ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത മോദി ഇതിന് വഴങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.